നല്ല ഹെൽത്തിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു ഓട്സ് പുട്ട് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വൈറ്റ് ഓട്സ് എടുത്തിട്ടുണ്ട്. പുട്ടിനാവശ്യമായിട്ടുള്ള തേങ്ങ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഈ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുള്ള ഓട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോർമൽ പച്ചവെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് ഒഴിച്ചതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എന്താ ഇതുപോലെ ഒന്ന് കട്ടയായിട്ടാണ് വരുന്നത്. നമ്മൾ ഓട്സ് പൊടിച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നോർമൽ പൊടിക്കാത്ത 2 ടേബിൾ സ്പൂൺ ഓട്സാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളെടുക്കുന്ന ഓട്സിൻ്റെ ഇതനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലുള്ള ഓട്സ് പുട്ടുപൊടി റെഡിയാവും. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോർമൽ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് തേങ്ങയും മാവും ഒക്കെ ഇട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. തിളച്ച് വരുന്ന പുട്ടുകുടത്തിലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ രുചികരമായ ഓട്സ്